Hi everyone, welcome to another video of business research methods. Today, in this video, I would like to explain about survey method. ഇന്ന് ഈ വീഡിയോയിൽ സർവേ മെത്തേഡിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സർവേ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് സർവേ മെത്തേഡ്. അതായത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ കളക്ഷന് നമ്മൾ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും. ഒന്ന് പ്രൈമറി ഡാറ്റ കളക്ഷനും സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഡാറ്റ കളക്ഷനും. അതിൽ പ്രൈമറി ഡാറ്റ കളക്ഷനിൽ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. സർവേ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. ഇനി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ എക്സ്പെരിമെൻ്റൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ്. അപ്പോൾ സർവേ എന്ന് പറയുന്നത് ഒരു നോൺ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനാണ്. അതേപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനാണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് സർവേ എന്ന് പറയുന്നത്. സിംപ്ലി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനറിൻ്റെ സഹായത്തോടു കൂടി പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് A survey is a method of collecting primary data in a consistent way. അപ്പോൾ മെയിനായിട്ട് സർവേ കണ്ടക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യനറിൻ്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ നമുക്ക് സർവേ ഷെഡ്യൂളിൻ്റെ സഹായത്തോടു കൂടിയും അതേപോലെ തന്നെ ക്വസ്റ്റ്യനറിൻ്റെ സഹായത്തോടു കൂടിയും നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഡാറ്റ നമ്മൾ ഫീൽഡിൽ പോയിട്ട് കളക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യനർ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഒരു സർവേ ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യും. ദെൻ ഈ സർവേ ഷെഡ്യൂള് അല്ലെങ്കിൽ ക്വസ്റ്റ്യനർ നമ്മൾ റെസ്പോണ്ടൻസിന് നൽകിയിട്ട് ആ ക്വസ്റ്റ്യനറിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ റിസർച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് റിസർച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ഫോർമാറ്റിനെയാണ് ക്വസ്റ്റ്യനർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനർ നമ്മൾ റെസ്പോണ്ടൻസിന് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂളിൻ്റെ സഹായത്തോടു കൂടി, അതായത് സർവേ ഷെഡ്യൂളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീൽഡ് വർക്കർ ആരാണോ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ പേഴ്സൺ, അതായത് ഫീൽഡ് വർക്കർ ഈ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ട് അത് ഷെഡ്യൂളിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സർവേ മെത്തേഡിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സർവേ ഇസ് എ മെത്തേഡ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ദി കൺസേൺഡ് റെസ്പോണ്ടൻസ് വിത്ത് ദി പർപ്പസ് ഓഫ് കളക്ടിങ് ഇൻഫോർമേറ്റീവ് ഡീറ്റെയിൽസ് ഫ്രം ദം. അപ്പോൾ റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നിന്ന് ഇൻഫോർമേറ്റീവായിട്ടുള്ള, അതായത് നമ്മളുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്തുനിന്ന് കൺസേൺഡ് റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യനർ എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എ ഡെഫിനിഷൻ ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ബ്ലാക്ക് ആൻഡ് ചാമ്പ്യൻ ഡിഫൈൻഡ് സർവേ ആസ് specification of procedures for gathering information about a large number of people by collecting information from a few of them. അതായത് ഇപ്പോൾ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അവരെ കയ്യിൽ നിന്ന്, അതായത് ഒരുപാട് റെസ്പോണ്ടൻസ് ഉണ്ടാവും. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് റെസ്പോണ്ടൻസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പേരെ സെലക്ട് ചെയ്യും. അപ്പോൾ ഫ്രം എ ഫ്യൂ ഓഫ് ദം, അതായത് ഈ പോപ്പുലേഷനിൽ നിന്നും ലാർജ് നമ്പർ ഓഫ് റെസ്പോണ്ടൻസിൽ നിന്നും കുറച്ച് പേരെ സെലക്ട് ചെയ്യും. അവർ പറയുന്ന പേരാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ്റെ ഒരു പാർട്ട് ഓഫ് പോപ്പുലേഷനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പിളിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ക്വസ്റ്റ്യനർ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സാമ്പിളിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് സർവേ മെത്തേഡ്. ഇനി പോപ്പുലേഷൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ പോപ്പുലേഷൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ സർവേ മെത്തേഡിലൂടെ ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സെൻസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലൂടെ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാം. ദാറ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് സർവേ
നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ് മെത്തേഡ്സ് ഓഫ് സർവേ എന്നുള്ളത്. അപ്പോൾ മെയിൻലി ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് സർവേ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സെൻസസ് സർവേ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സാമ്പിൾ സർവേ. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഒന്ന് സെൻസസ് സർവേയും ആൻഡ് സെക്കൻഡ് വൺ ഈസ് സാമ്പിൾ സർവേയും. ഓക്കെ, അത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ ബിഫോർ ദാറ്റ് എന്താണ് ഫീച്ചേഴ്സ് ഓഫ് സർവേ എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് സർവേയിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫീൽഡ് സ്റ്റഡി. അപ്പോൾ സർവേ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് സ്റ്റഡിയാണ്. റെസ്പോണ്ടിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ റെസ്പോൺസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സർവേ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചറാണ് ഇറ്റ് ക്യാൻ കവർ എ വെരി ഹ്യൂജ് പോപ്പുലേഷൻ. അതായത് ഒരുപാട് റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നിന്നും സർവേ വഴി അല്ലെങ്കിൽ ക്വസ്റ്റ്യനറിൻ്റെ സഹായത്തോടു കൂടി സർവേ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും, എസ്പെഷ്യലി പ്രൈമറി ഡാറ്റ. ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് ആസ് വെൽ ആസ് ഇൻറ്റൻസീവ് സ്റ്റഡി. സർവേ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് സ്റ്റഡിയാണ്, അതേപോലെ തന്നെ അതൊരു ഇൻറ്റൻസീവ് സ്റ്റഡിയും കൂടെയാണ്. ദ നെക്സ്റ്റ് ഇയർ സർവേ കവേഴ്സ് എ ഡെഫിനിറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ. സർവേ ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയാണ് സർവേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല ഒരു വാർഡോ അല്ലെങ്കിൽ പഞ്ചായത്ത്, അങ്ങനെയൊക്കെ നമുക്കൊരു പെർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഡീൽസ് വിത്ത് ദി ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ സർവേ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം, അതായത് ഒരു സൊസൈറ്റിയിലുള്ള ഇമ്മീഡിയറ്റ് പ്രോബ്ലം എന്താണോ അതിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് സർവേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാസ് എ ടൈം ഫ്രെയിം. സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ഫ്രെയിമിനകത്താണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഗ്യാദേഴ്സ് ഇൻഫോർമേഷൻ ഫ്രം എ ലാർജ് പോപ്പുലേഷൻ. അപ്പോൾ ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർവേ സഹായിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സർവേ. Then next is objectives of survey. Then the first objective of survey, that is it helps to provide information to government or planners or business enterprises. അപ്പോൾ ബിസിനസ് എൻ്റർപ്രൈസസിനും അതേപോലെ തന്നെ ഗവൺമെൻറ് ഓർഗനൈസേഷനും അതേപോലെ തന്നെ മറ്റ് പ്ലാനേഴ്സിനൊക്കെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സർവേ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സർവേൻ്റെ ഒരു പർപ്പസ് ഇൻഫോർമേഷൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പ്ലാനേഴ്സിനും മറ്റ് ബിസിനസ് എൻ്റർപ്രൈസസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ എ ഫിനോമിനൻ. അപ്പോൾ ഒരു ഫിനോമിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സർവേ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സർവേസ് ആർ ഡിസൈൻ ടു മേക്ക് കമ്പാരിസൺ ഓഫ് ഡെമോഗ്രാഫിക് ഗ്രൂപ്പ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ഡെമോഗ്രാഫിക് ഗ്രൂപ്പ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സർവേസ് ഡിസൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സർവേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. That is the another purpose. Then next it is conducted to know cause and effect relationship of different variables. അപ്പോൾ വേരിയബിൾസിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവേ യൂസ് ചെയ്യുന്നുണ്ട്. Then it helps to study social problems and to find out solution to them. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന പ്രോബ്ലംസ്, അതായത് സോഷ്യൽ പ്രോബ്ലംസ് കണ്ടെത്താനും ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുമായിട്ട് സർവേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേ. ദെൻ നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് സർവേ. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 രീതിയിലാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സെൻസസ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സാമ്പിൾ മെത്തേഡ്. അപ്പോൾ സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സർവേ ആണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഓൾ യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. അപ്പോൾ പോപ്പുലേഷന് പറയുന്ന മറ്റൊരു പേരാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റെസ്പോണ്ടൻസ് ആണ്. അതായത് നമുക്ക് ഇൻഫോർമേഷൻ തരുന്ന ടോട്ടൽ റെസ്പോണ്ടൻസിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു റിസർച്ചറിന് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ റെസ്പോണ്ടൻസിനെയാണ് പോപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിൽ ഉൾപ്പെട്ടിട്ടില്ല, അതായത് ഒരു പോപ്പുലേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ യൂണിറ്റ്സിൻ്റെ അടുത്തുനിന്നും, അതായത് ഓരോ പേഴ്സൺസിൻ്റെ അടുത്തുനിന്നും കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെൻസസ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസസ് സർവേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെഡ്യൂളാണ്, സർവേ ഷെഡ്യൂളാണ്.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് സാമ്പിൾ മെത്തേഡ്. അപ്പോൾ സാമ്പിൾ സർവേ അല്ലെങ്കിൽ സാമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് സർവേ കണ്ടക്ട് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സാമ്പിൾ മെത്തേഡ് അല്ലെങ്കിൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനിയിൽ ഇപ്പോൾ ട്രെയിനിങ് എഫക്റ്റീവിനെ കുറിച്ചാണ് സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഇപ്പോൾ ഒരു 2000 വർക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2000 വർക്കേഴ്സാണ് ടോട്ടൽ റെസ്പോണ്ടൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2000 ആൾക്കാരുടെ അടുത്തുനിന്നും ഡാറ്റ കളക്ട് ചെയ്യൽ ഇപ്പോൾ നമ്മളുടെ റിസർച്ചിൻ്റെ ടൈം കൺസ്ട്രെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബഡ്ജറ്റ് റിസർച്ചിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നൊരു പ്രോസസ്സായിരിക്കാം. അപ്പോൾ ടൈം ലിമിറ്റൊക്കെ അതിനെ ബാധിക്കുന്ന ഒരു ഘടകമായിരിക്കും. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 2000-ൽ നിന്ന് കുറച്ച് പേഴ്സൺസിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു 200 ആൾക്കാരെയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 200 പേര് എന്ന് പറയുന്നത് ഈ 2000 പേരെ റെപ്രസെൻറ്റ് ചെയ്യണ പേഴ്സൺസ് ആണ്. അപ്പോൾ ഈ 200 പേരെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 200 പേരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സാമ്പിൾ സർവേ. അതായത് ക്വസ്റ്റ്യനറിൻ്റെ സഹായത്തോടു കൂടി ഈ 200 പേരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നേരെ മറിച്ച് ഈ 2000 പേരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതായത് ക്വസ്റ്റ്യനറിൻ്റെ സഹായത്തോടു കൂടി ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെൻസസ് മെത്തേഡ് അല്ലെങ്കിൽ സെൻസസ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെൻസസ് മെത്തേഡിൽ അല്ലെങ്കിൽ സെൻസസ് സർവേയിൽ പറഞ്ഞു ദാറ്റ് ഈസ് സെൻസസ് മെത്തേഡ് ഇൻവോൾവ്സ് എ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഓൾ യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. അപ്പോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ് ഓഫ് സർവേ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് when the universe is small, it is better to adopt census method for collection of information. ഇപ്പോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ, പോപ്പുലേഷനിൽ റെസ്പോണ്ടൻസിൻ്റെ എണ്ണം, ടോട്ടൽ റെസ്പോണ്ടൻസിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ സെൻസസ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ യൂസ്ഫുൾ. കാരണം നമുക്ക് ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ നേരെ മറിച്ച് സാമ്പിൾ മെത്തേഡ് ആണെങ്കിൽ, സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സാമ്പിൾ മെത്തേഡ് ദി എന്യൂമറേഷൻ ഓഫ് ഓൺലി എ സാമ്പിൾ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ഈസ് ഡൺ. അതായത് പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സാമ്പിൾ പാർട്ട് മാത്രമേ നമ്മൾ എന്യൂമറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ, അതായത് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സ്മോളർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലാർജ് യൂണിറ്റ് ഓർ വാല്യൂ. അപ്പോൾ ഒരു ലാർജ് യൂണിറ്റിൻ്റെ, അതായത് ഒരു പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സ്മോളർ റെപ്രസെൻറ്റേഷനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ ആസ് സാമ്പിൾ. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സർവേ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് census survey or census method of survey, and second one is sample survey or sample method of survey. Next is types of surveys. Mainly there are two basic types of survey. That is first one is cross sectional survey and second one is longitudinal survey. അപ്പോൾ ടൈപ്സ് ഓഫ് സർവേയിൽ മെയിനായിട്ട് 2 സർവേയാണ് വരുന്നത്. ഒന്നാമത്തത് ക്രോസ് സെക്ഷണൽ സർവേയും രണ്ടാമത്തത് ലോങ്ങിറ്റ്യൂഡിനൽ സർവേയും. ഇനി ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ, ദെൻ ഫസ്റ്റ് വൺ ഈസ് ക്രോസ് സെക്ഷണൽ സർവീസ്. ഇനി ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അറ്റ് എ സിംഗിൾ പോയിൻ്റ് ഓഫ് ടൈം, സിംഗിൾ പോയിൻ്റ് ഇൻ ടൈമിൽ റിസർച്ചറിന് ഒരു ഘട്ടത്തിൽ താല്പര്യമുള്ള ഒരു പോപ്പുലേഷനെ കുറിച്ച് അനുമാനങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് ഡാറ്റ ശേഖരിക്കുന്നതിനെയാണ് ക്രോസ് സെക്ഷണൽ സർവേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡാറ്റ ശേഖരിക്കുന്നത് ഒരു സിംഗിൾ പോയിൻ്റ് ഓൺ ടൈമിലായിരിക്കും, ഒരൊറ്റ തവണയായിരിക്കും നമ്മൾ ഡാറ്റ ശേഖരിക്കുന്നത്. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് വേരിയബിൾസ് ഓഫ് ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സാമ്പിളിൻ്റെ അല്ലെങ്കിൽ ആ സാമ്പിളിൻ്റെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഏതെല്ലാം വേരിയബിൾസ് ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ റിസർച്ചറിന് ആ വേരിയബിളിലുള്ള ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദെൻ ഈ കേസിൽ ഡാറ്റ ശേഖരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അപ്പോൾ ഒരു റിസർച്ചറിന് ഏതിലാണോ താല്പര്യമുള്ളത് ആ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സാമ്പിൾ നിന്നാണ്
ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതും ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ടൈമിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇൻഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇൻഫറൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ശേഖരിക്കുന്നത്. ഇനി ക്രോസ് സെക്ഷണൽ സർവേയിൽ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ റിസർച്ചിൻ്റെ അസിസ്റ്റൻസ് ഡാറ്റ ശേഖരിക്കുന്നത് ആ പോപ്പുലേഷൻ്റെ സ്നാപ്ഷോട്ട് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ പോപ്പുലേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ സർവേസ് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ്, ഇൻ ദിസ് സ്റ്റഡി വേരിയബിൾ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എ സാമ്പിൾ ഓഫ് സബ്ജക്റ്റ് ആർ എക്സാമിൻഡ് വൺസ് ആൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം ആർ ഡിറ്റർമിൻഡ്. ദെൻ ഹിയർ cross-sectional surveys are used to gather information on a population at a single point in time. അപ്പോൾ ഒരു ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രോസ് സെക്ഷണൽ സർവേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പോപ്പുലേഷൻ്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ദെൻ ഹിയർ ദി ഡിസ്റ്റിങ്റ്റീവ് മീൻസ് ഓഫ് അനലൈസിങ് എ ക്രോസ് സെക്ഷണൽ സർവേ ആർ ടു ഡിവൈഡ് ദി സാമ്പിൾ ഇൻ ടു അപ്രോപ്രിയേറ്റ് സബ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിളിനെ ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സ് ആയിട്ട്, അതായത് അപ്രോപ്രിയേറ്റ് സബ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ വി ക്യാൻ വെരിഫൈ വെദർ ദർ ആർ എനി സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസസ് എമംഗ് ദീസ് സബ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ സബ് ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോയെന്നും അതേപോലെ തന്നെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രോസ് സെക്ഷണൽ സർവേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ആർ ഒബ്സർവേഷണൽ. അപ്പോൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒബ്സർവേഷണലാണ്. അപ്പോൾ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ സർവേസ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ആർ നോൺ ആസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അതേപോലെ തന്നെ ഇതിനെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോസ് സെക്ഷണൽ സർവേയിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും, ഇപ്പോൾ വേരിയബിൾസിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും അനലൈസ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പകരം നമ്മൾ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ട്, അതായത് ഒരു ഒബ്സർവേഷൻ മോഡിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇനി ഒരു കമ്മ്യൂണിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ സ്റ്റഡിക്ക് കഴിയും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺ ആസ് എ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. പക്ഷേ നോട്ട് ടു ഡിറ്റർമിൻ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനായിട്ട് ക്രോസ് സെക്ഷണൽ സർവേസ് യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡിയിൽ ഇപ്പോൾ നമുക്ക് ഒരേ സമയം നിരവധി വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ പേഴ്സൺസിൽ നിന്ന്, റെസ്പോണ്ടൻസിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വേരിയബിൾസിനെ സ്വാധീനിക്കാതെ തന്നെ നമുക്ക് റെസ്പോണ്ടൻസിനെ ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ക്രോസ് സെക്ഷണൽ സർവേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് താല്പര്യമുള്ള വേരിയബിൾസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള പോപ്പുലേഷനിൽ നിന്ന് അല്ലെങ്കിൽ പോപ്പുലേഷനെ കുറിച്ച് ഇപ്പോൾ ഇൻഫറൻസ് സൃഷ്ടിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അനുമാനങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് ഡാറ്റ ശേഖരിക്കുന്നതിനെയാണ് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയുന്നത്. അതായത് ഇതൊരു പോപ്പുലേഷൻ്റെ ഒരു സ്നാപ്ഷോട്ട് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ടൈമിൽ പോപ്പുലേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ക്രോസ് സെക്ഷണൽ സർവേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടും ഹെൽത്ത് റിസർച്ചിനെ ഒരുപാട് ഏരിയകളിൽ ഈ സർവേ യൂസ് ചെയ്യുന്നുണ്ട്. Okay, so that is cross-sectional surveys. Then second one is longitudinal surveys. അപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ സർവേകൾ യൂസ് ചെയ്യുന്നത് ഒരു നിശ്ചിത കാലയളവിൽ ഡാറ്റ ശേഖരിക്കുന്നതിനെയാണ് ലോങ്ങിറ്റ്യൂഡിനൽ സർവേസ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ലോങ്ങിറ്റ്യൂഡിനൽ സർവേസ് ഗ്യാദർ ഡാറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ്, ദാറ്റ് ഈസ് ഓവർ എ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോങ് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സാമ്പിളിനെ തന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വൺസ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് വീണ്ടും കുറച്ച് കാലത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പെർട്ടിക്കുലർ സാമ്പിളിൽ നിന്ന് തന്നെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കളക്ട് ചെയ്ത ഡാറ്റയും രണ്ടാമത് കളക്ട് ചെയ്ത ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ലോങ്ങിറ്റ്യൂഡിനൽ സർവേ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ദി റെസ്പോണ്ടൻസ് ആർ ക്വസ്റ്റ്യൻഡ് അറ്റ് ഡിഫറെൻറ്റ് മൊമെൻറ്റ്സ് ഇൻ
ടൈം. അപ്പോൾ ഡിഫറെൻറ്റ് മൊമെൻറ്റ്സിൽ റെസ്പോണ്ടൻസിന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. ദെൻ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് സർവേ ഈസ് ടു എക്സാമിൻ കണ്ടിന്യൂറ്റി ഓഫ് റെസ്പോൺസ് ആൻഡ് ടു ഒബ്സർവ് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോൾ ഈ സർവേൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ റെസ്പോൺസ് അതിൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാമ്പിൾസിനെ അല്ലെങ്കിൽ റെസ്പോണ്ടൻസിനെ ഒബ്സേർവ് ചെയ്തിട്ട് അവരുടെ റെസ്പോൺസിൻ്റെ കണ്ടിന്യൂറ്റി ഒബ്സേർവ് ചെയ്യും. അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ദി റിസർച്ചർ മേ then analyze changes in the population and attempt to describe or explain them. അപ്പോൾ ഈ പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കിയിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലോങ്ങിറ്റ്യൂഡിനൽ സർവേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ സർവേകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ, ദാറ്റ് ഈസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് ഡാറ്റ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ലോങ്ങിറ്റ്യൂഡിനൽ സർവേ യൂസ് ചെയ്യുന്നത്. Then mainly there are three main types of longitudinal survey. That is, first one is trend studies, second one cohort studies, and third one is panel studies.